രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയും. വയനാട് സന്ദർശനത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. റായ്ബറേലി നിലനിർത്താനാണ് തീരുമാനം. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് നിലനിർത്തണമെന്നായിരുന്നു കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകരുടെ ആവശ്യം. രാഹുൽ പ്രതിപക്ഷ നേതാവാകുമോ എന്നതിൽ ഉടൻ തീരുമാനമുണ്ടായേക്കും. വിവരങ്ങൾ നോബിൾ മാരിക്കാരൻ നൽകും. ദില്ലിയിൽ നിന്ന് നോബിൾ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രവർത്തക സമിതിയും എത്തിച്ചേർന്നിരിക്കുന്നു. വയനാട് ഒഴിയുന്നു, റായ്ബറേലി നിലനിർത്തുന്നു. ബില്ലിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം അവസാനിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ യോഗത്തിൽ ഉണ്ടായ തീരുമാനം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഒപ്പം പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഈ ആവശ്യം ഉന്നയിച്ചെങ്കിൽ പോലും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗമാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കുക. അതിന് വൈകിട്ട് ചേരുന്നുണ്ട്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സോണിയാഗാന്ധിയെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷയായി വീണ്ടും തെരഞ്ഞെടുക്കി. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ വിലയിരുത്തലുള്ളത്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ 2 മണ്ഡലങ്ങൾ, വയനാടും അതോടൊപ്പം റായ്ബറേലി എന്നീ 2 മണ്ഡലങ്ങളാണ് രാഹുൽ ഗാന്ധി നിലവിൽ വിജയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നിപ്പോൾ ഉണ്ടായി. ആ ചർച്ചകളിൽ പ്രധാനമായും കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തണം എന്ന ആവശ്യം ഉന്നയിച്ചു എന്നാണ് നമ്മൾക്ക് വിവരം ലഭിക്കുന്നത്. അതോടൊപ്പം ഉത്തർപ്രദേശ് അവർക്ക് വേണ്ടിയും, അതായത് റായ്ബറേലി നിലനിർത്തണം എന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ ഇതിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞുകൊണ്ട് റായ്ബറേലി നിലനിർത്തും എന്നാണ് കോൺഗ്രസിനകത്തെ ഒരു തീരുമാനം. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഉത്തർപ്രദേശ് പോലെ ഇത്രയധികം വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷിച്ച അധികം വിജയം സമ്മാനിച്ച ഒരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി തുടർന്നുകൊണ്ട് അവിടെ നയിക്കണം എന്നാണ് കോൺഗ്രസിനകത്തെ പൊതുവികാരം. അതിൻ്റെ ഭാഗമായി തന്നെ റായ്ബറേലി നിലനിർത്തുക എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം എന്താണെങ്കിലും ഇന്നിപ്പോൾ ഉണ്ടാകില്ല എന്ന് അറിയുന്നു. പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപായി തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തി അവിടുത്തെ ജനങ്ങളോട് നന്ദി പറയും. അതിന് പിന്നാലെയായിരിക്കും ഇതിലൊരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണെങ്കിലും സംസ്ഥാന നേതൃത്വത്തെ അടക്കം ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ദേശീയ നേതൃത്വം എന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം വയനാട്ടിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഇന്റർനാഷണൽ കോൺഗ്രസിനെയും പിന്തുണച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് വയനാട് മണ്ഡലം. കേരളത്തിലെ ഒരു കൊച്ചു മണ്ഡലം, പിന്നോക്ക ജില്ലയാണ് വയനാട്. അവിടെ നിന്നാണ് രാഹുൽ ഗാന്ധി 2019 അമേഠിയിൽ പരാജയപ്പെടുമ്പോഴും ലോക്സഭാ അംഗമായി ഇരിക്കാനുള്ള കാരണം വയനാട്ടിലെ ജനങ്ങളാണ്. അപ്പോൾ വയനാടിനോട് ആ വിധത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് തനിക്കുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പലകുറി പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി കുടുംബം അത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയേണ്ടത് രാഹുലിന് പകരം വെക്കാൻ ആര് വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വരും, ആര് വയനാട്ടിലെ ജനപ്രതിനിധിയാകും എന്നുള്ളതാണ്. തീർച്ചയായും പിന്നീട് വയനാടുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഉയരാൻ പോകുന്ന ചർച്ചകൾ ആര് വരും എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിൽ ഇതിനോടകം തന്നെ കെ മുരളീധരൻ ആ സീറ്റ് നൽകണമെന്ന തരത്തിലുള്ള ഘടകകക്ഷികളുടെ അടക്കം അഭിപ്രായങ്ങൾ വന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഇനി നേതൃത്വം കടക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് മുന്നിലായി തന്നെ പ്രധാനപ്പെട്ട, അതായത് നേരത്തെ തന്നെ പല കൂടുകളിൽ നിന്നും രാഹുൽ മാറിയാൽ പ്രിയങ്ക വയനാട് മത്സരിക്കുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനെന്താണെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറാകില്ല എന്നാണ് ഈ ഘട്ടത്തിൽ വിവരം ഉള്ളത്. സ്വാഭാവികമായും കേരളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ അവിടെ വയനാട്ടിൽ മത്സരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കെ മുരളീധരൻ ആയിരിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവായിരിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ അല്ലെങ്കിൽ പ്രിയങ്ക മത്സരത്തിലേക്ക് തയ്യാറല്ല എന്നാണോ? പ്രിയങ്കയുടെ പേരാണ് വളരെ സജീവമായി കേട്ടുകൊണ്ടിരുന്നത്. പിന്നീട് പ്രിയങ്ക ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ. കാരണം പ്രിയങ്ക ഗാന്ധിയോട് നേരത്തെ തന്നെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കുന്ന തീരുമാനം നേരത്തെ കോൺഗ്രസിനകത്ത് ഉണ്ടായതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും പ്രിയങ്ക മത്സരരംഗത്തേക്കില്ല. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, സോണിയാഗാന്ധി രാജ്യസഭാ അംഗമായി തന്നെ പാർലമെന്റിൽ ഉണ്ട്. രാഹുൽ ഗാന്ധി ലോക്സഭാ അംഗമായി മത്സരിച്ചു വന്നു. ആ കൂടെ താൻ കൂടി മത്സരിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കുടുംബാധിപത്യം എന്ന തരത്തിൽ വിമർശനം ഉന്നയിക്കാൻ പ്രത്യേകിച്ച് മറ്റൊരു ഘടകത്തിന്റെ ആവശ്യം വരില്ല. ആ പശ്ചാത്തലത്തിൽ താൻ മത്സരരംഗത്തേക്കില്ല എന്ന് കൃത്യമായി വ്യക്തമായിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ മാറിയത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി എത്തുന്ന സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നു. ആ ഘട്ടത്തിൽ പാർട്ടിയെ ചലിപ്പിക്കുന്നതിനും ഒപ്പം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് വയനാട്ടിൽ ഇനിയിപ്പോൾ മത്സരിക്കുന്ന സാധ്യത ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ് എന്തായാലും കാണുന്നത്. അതേസമയം കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ അവിടെ മത്സരിക്കാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. ഒരു പക്ഷേ കെ മുരളീധരനിലേക്ക് തന്നെ കാര്യങ്ങൾ എത്താമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ദേശീയ നേതൃത്വം കെ മുരളീധരൻ അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ മാറി നിൽക്കാൻ
തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വരും. ഒപ്പം മറ്റ് ഘടകകക്ഷികൾ, ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും കെ മുരളീധരന് വേണ്ടി രംഗത്തുണ്ട് എന്നതും അദ്ദേഹത്തിന് ഏറെ ഗുണം ചെയ്യും. എന്താണെങ്കിലും നിലവിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ, പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃശ്ശൂർ ഒരു വലിയ തരത്തിൽ സംഘർഷം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ദേശീയ നേതൃത്വം വരെ നടക്കുകയും ചെയ്യുന്ന സമയമാണ്. ഇന്നിപ്പോൾ വൈകിട്ട് കേരളത്തിലെ നേതാക്കൾ ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അവലോകനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ തൃശ്ശൂരിൽ അടിയടക്കം ചർച്ചയാകും. ആ കൂടെ ഒരു പക്ഷേ വയനാടും ചർച്ചയിലേക്ക് വരും. സ്വാഭാവികമായും അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സമവാക്യം എന്ന നിലയിൽ ഒരുപക്ഷെ കെ മുരളീധരൻ വയനാട്ടിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അത് ചർച്ച ചെയ്ത് തീരുമാനം